അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രതിഭാസം പഴവർഗ്ഗങ്ങളുമായിട്ടുള്ള ഒരു ആസക്തി വരുന്നുണ്ട്. ഇപ്പം ചക്ക ഇതിന് വലിയ ഇഷ്ടം. അതാണ് ഈ മഴക്കാലത്തെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു റീസണായിട്ട് പറയുന്നത്. ചക്ക ഇവിടെ മണം പിടിച്ചിട്ട് വരും. നേരത്തെ ഇതിലും കൂടുതൽ ഒരു പക്ഷേ വനത്തിനകത്ത് ഈ റിസ്ക് എടുക്കേണ്ട. കാരണം ഈ ക്രോപ്പ് റൈഡിംഗ് എന്ന് വിളിക്കുന്നത് ഒരു ആനയെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇഷ്ടപ്പെട്ടിട്ട് പോകണമെന്നൊന്നുമല്ല. ഒരു ക്രോപ്പ് റൈഡറും 40 വയസ്സിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അടക്കം പറയും. നമുക്കറിയാവുന്നതാണ്. കാരണം അതിന് അത്രയധികം അങ്ങനെയുള്ള ആനകളെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സമയത്ത് ആ ഏജ് ഇതാണ്, ഒരു 40 വയസ്സൊക്കെ ആയിരിക്കും. കാരണം അത് ഏതെങ്കിലും രീതിയിൽ അതിന് മരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും സാമൂഹികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്യാറില്ല സാധാരണഗതിയിൽ ക്രോപ്പ് റൈഡിങ് വേറൊരു നിർവാഹമില്ലാത്തപ്പോൾ ആന പോവുള്ളൂ. പിന്നെ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഈ കുട്ടിക്കൊമ്പന്മാർ കൂട്ടം ചേർന്ന് പോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത്തിരി ഒന്ന് ഫ്രീക്ക് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി പോകുന്ന പോലെ അതിനെ ബാച്ചിലർ ഹേഡ് എന്നാണ് വിളിക്കുക. ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് ആറളം ഭാഗത്ത് നമുക്കിത് കാണാം. ആറളം ഭാഗത്തെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത്, ആറളത്ത് ഒരു വനം, ആറളം വനം അത് കർണാടകവുമായിട്ട് ബന്ധമുള്ളൊരു വനമാണ്. പിന്നീട് കിടക്കുന്നത് നമ്മുടെ ഗോത്രവർഗ സഹോദരന്മാരെ നമ്മൾ കുടിയിരുത്തിയ ഒരു പ്രദേശമാണ്. ഇപ്പുറത്തെ ആറളം ഫാമാണ്. ഈ ഫാമിലുള്ളത് കശുമാങ്ങയാണ്, നല്ല മണമാണ്. അതുപോലെ കുറച്ചൊക്കെ അടുത്ത കാലത്ത് പൈനാപ്പിൾ കൃഷിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മണം പിടിച്ചിട്ട് ഈ ആന വരുന്ന വഴി എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ ആദിവാസി സഹോദരങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കൂടിയാണ്. ഇതാണ് കോൺഫ്ലിക്റ്റ്. കാടും പിടിച്ച് കിടക്കുകയാണെങ്കിൽ തിരിച്ചറിയാനും പറ്റാത്ത രീതിയിലുള്ളൊരു പ്രശ്നം. വയനാട് നെല്ല് വിളയുന്ന കാലം, പ്രത്യേകിച്ച് നെല്ല് പാൽപ്പരുവമാകുന്ന ഒരു കാലത്ത് ആനയ്ക്ക് അത് തിന്നാനുള്ള ഒരു ആസക്തി വരും. അത് പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ 2000-ലൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ പറയാമായിരുന്നു, കുറേ എല്ലാവരും കൂടി നിന്നിട്ട് വെള്ളം വെച്ചിട്ടൊക്കെയാണ്. വെള്ളം വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയോട് ആജ്ഞാപിക്കുകയാണ്, സ്നേഹത്തോട് നീ പോകുമെന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് തിന്നിട്ട് പോയി കഴിഞ്ഞാൽ അത് അവന് ആവശ്യമുള്ളവൻ തിന്നിട്ട് പോയി എന്ന് പറയുന്ന ഒരു രീതികളും കണ്ടിട്ടുണ്ട്. നമ്മുടെ വത്സലയുടെ നോവൽ തുടങ്ങുന്നത് തന്നെ കാവൽമാടത്തിലിരുന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നാട്ടു സമ്പ്രദായങ്ങളിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് പാരമ്പര്യ രീതികൾ നമ്മളും മാറി, അതിന് സമയമില്ല, നമുക്ക് ആളുകളുമില്ല, ആനയുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ടാകും. അത് അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ആനയുടെ പ്രശ്നം എന്ന് വിളിക്കുന്നത്, ആനയുടെ സ്വഭാവം എന്ന് വിളിക്കുന്നത്, ആന ഒരു വലിയ വയറുള്ള ഒരു ജീവി. പല ഭാവനകളിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആന പ്രത്യക്ഷപ്പെടുന്നത്. ഐതിഹ്യമാല നോക്കിയാൽ മതി. ഐതിഹ്യമാലയിൽ 9 ആനയാണ് വരുന്നത്. അപ്പോൾ അത് പിടിക്കുന്നവരെ വളരെ രൗദ്ര സ്വഭാവമൊക്കെ ഉള്ള ഒരു ജീവി. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ മെരുക്കിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രൂപം മാറുകയാണ്. അതിനൊരു ഓമനത്വമൊക്കെ വരുന്നു, ദൈവഭാവന അതിലേക്ക് കടന്നു വരുന്നുണ്ട്, നമ്മളതിനെ ഓമനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തയ്യൽ കടയിൽ പോയിട്ട് പണം തിന്നാൻ സൂചി കൊണ്ട് കുത്തുന്ന ഭാവന വരുന്നു. ഐതിഹ്യമാലയിലെ ഒരു കഥ, ഇപ്പോൾ കിടങ്ങൂർ കണ്ടങ്കോരെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ആനയ്ക്കൊക്കെ സവർണ പേരുകളാണ്, പക്ഷേ ഈ ആനയ്ക്ക് മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ. പേരിൽ അതും അല്ല. അതൊരു ചെമ്മനം ചാക്കോടെ കവിതയിലൊക്കെ വരുന്നതാണ്. അതായത് ആനയുടെ ജാതി എന്താണെന്നാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാവനയുള്ള ഈ ആന ആ കഥയിൽ പറയുന്നത്, അന്ന് ഈ പറയുന്ന കിടങ്ങൂർ പ്രദേശം മുഴുവൻ കരിമ്പും തോട്ടങ്ങളാണ്. കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കരിമ്പുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഈ ആന എന്താ പറയുക, വേലി കെട്ടിത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് ഈ ആന ഒരു ദിവസം ഈ വേലി തല്ലിപ്പൊളിച്ചിട്ട് വിശന്ന് വലഞ്ഞ് അവിടെ വന്ന് ഒരു പറ്റം പോത്തും കൂട്ടങ്ങളെ അതിനകത്ത് കയറ്റി യഥേഷ്ടം ഭക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ പുഴയിലിറങ്ങി കിടന്ന് കുളിക്കുകയാണ്. അപ്പോൾ അന്ന് കോട്ടയം അങ്ങാടിയിലേക്ക് ചരക്കുമായി പോയ ഒരു വഞ്ചി, ഇത് പാറയാന്ന് കണ്ടു വെച്ച് ഇതിൻ്റെ പുറത്ത് കയറി അവനങ്ങ് ഇറങ്ങിയിട്ട് അടിച്ച് പൊളിക്കുകയാണ് വഞ്ചി. പിന്നെ ഇവൻ്റെ കാലശേഷമേ അതിൽ കൂടെ ഗതാഗതം നടന്നിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെയും കഥകൾ കാണാൻ പറ്റി. കോൺഫ്ലിക്റ്റിൻ്റെ ഒക്കെ തന്നെ പല രൂപങ്ങൾ നമുക്ക് പല രീതിയിൽ നമ്മൾ ആ രീതിയിൽ തപ്പിപ്പോയാൽ കാണാൻ പറ്റും. ഇപ്പോൾ 1900 നമ്മുടെ വത്സലയുടെ നെല്ല് നോവലായില്ലേ, അതിൽ ഒരു പോസ്റ്റ്മാൻ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം മരിക്കുന്നത് ആന ചവിട്ടി കൊന്നിട്ടാണ്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ അതിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അല്ല, നമ്മുടെ പൊന്നി എന്നുള്ള നോവലിൽ അത് പിന്നെ തോപ്പിൽ വാസി സിനിമയാക്കുമ്പോൾ അത് അഭിനയിക്കുന്നത് കമലഹാസനാണ്. കമലഹാസനും ലക്ഷ്മിയാണ്. അപ്പോൾ കമലഹാസനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ്. അപ്പോൾ തെളിവെടുക്കാൻ വേണ്ടി ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ
ഇദ്ദേഹത്തിൻ്റെ പുറത്തുള്ള കുറ്റം എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറയുന്നത് അത് കള്ളത്തോക്ക് വെച്ചു എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു ഇത്ര വലിയ കാര്യമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ എന്നാണ്. 1964 വന്യമൃഗങ്ങളെ ഓടിക്കാനായിട്ട് ഞങ്ങളിത് സൂക്ഷിക്കാറുണ്ടെന്ന് പറയുന്ന ഒരു ചരിത്രവും കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ആ രീതിയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഈ ആന ഈ വലിയ ജീവിയാണ്, ഇതിന് വലിയ വയറാണ്, ഭക്ഷണം വേണം ഇതിന്. അപ്പോൾ അതിന് ഒരു കണക്ക് ഇപ്പോൾ നമ്മുടെ ഉഷ്ണമേഖലാ കാടുകളുടെ ഒരു ഇത് കണക്ക് പറയുന്നത് ഒരു 10-15-16 മണിക്കൂറെങ്കിലും ഇര തേടിയാലേ ഇതിൻ്റെ വയറ് നിറയുള്ളൂ. അങ്ങനെ ഒരു ജീവിയാണ്. അപ്പോൾ പിന്നെ ഇതൊരു വലിയൊരു എക്കോളജിക്കൽ എന്താ പറയുക എൻജിനീയറും കൂടിയാണെന്ന് പറയും. ഒരു കാട് ഇളക്കി മറിച്ച് സക്സഷൻ അങ്ങനെയുള്ള ഒരു പാരിസ്ഥിതിക പ്രക്രിയ പുനഃസൃഷ്ടി, കാടിൻ്റെ പുനഃസൃഷ്ടി ചെയ്യാൻ ഇത് ചെയ്യും. ഭക്ഷിച്ചു പോകുമ്പോൾ വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 15 മണിക്കൂർ തിന്നണം എന്നുള്ളതൊരു വലിയൊരു ഫാക്ടറാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു വലിയ ലോങ് റേഞ്ചിങ് സ്പീഷീസ് ആവുന്നത്. 20-25-30 കിലോമീറ്റർ വരെയൊക്കെ നടക്കും. അത് സ്വതമേവേ ഇതൊരു ഡിസിപ്ലിനുള്ള ജീവിയാണ്. ഇപ്പോൾ സാധാരണ ഒരു ആനക്കൂട്ടം എന്ന് വിളിക്കുന്നത് ഒരു അമ്മയുണ്ടാവും. അമ്മയും കുറേ സാമൂഹിക ശ്രേണിയിലുള്ള കുടുംബാംഗങ്ങളുമാണ്. ഈ അമ്മയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പോലെ മുത്തശ്ശിമാരും അമ്മമാരും വളർത്തുന്ന കുട്ടികൾ അത്യാവശ്യം അച്ചടക്കം ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ മിക്കവാറും കൂട്ടങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലത് മാത്രം ഒറ്റപ്പെട്ട് വളരുന്നതുണ്ടാവും, അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോക്കൂ, പെരിയാറിലും അല്ലെങ്കിൽ പറമ്പിക്കുളം പോലുള്ള പ്രദേശങ്ങളിൽ ഈ ആന മൂലമുള്ള സംഘർഷം വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് വിളിക്കുന്നത് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമില്ല. ഇനി സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. കേരളത്തിലെ നമ്മുടെ നദികളിൽ ഏറ്റവും അധികം, നമ്മുടെ അണക്കെട്ടുകളിൽ ഏറ്റവും കുറച്ച് മണ്ണടിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴയ ഡാമിലാണ്. അത് മുല്ലപ്പെരിയാറാണ്. ഏറ്റവും കൂടുതൽ മണ്ണടിഞ്ഞിട്ടുണ്ടാവുക ഏറ്റവും പഴയ പുതിയ ഡാമുകളിലാണ്. അത് ഈ കാച്ച്മെൻറ്റിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ ആശ്രയിക്കുന്നു, നമ്മൾ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ജലസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാടിൻ്റെ ആനയുടെ കഥ പറയുമ്പോൾ ഇതെല്ലാം ചേർത്ത് വരുന്നതാണ്. നമുക്കിത് മാത്രം ഈ പാരസ്പര്യത്തെ മറന്നുകൊണ്ട് നമ്മൾ നടക്കുന്ന 1-2 സംഭവങ്ങളുടെ പുറത്ത് നമ്മൾ ഈ പ്രശ്നത്തെ ഉയർത്തി കാണിക്കുമ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഉയർന്നു വന്ന ഈ പാരസ്പര്യത്തിൻ്റെ വലിയ മൂല്യങ്ങളാണ്. എന്തായാലും അപ്പോൾ ഇത് സഞ്ചരിക്കണതിന് അത് പലപ്പോഴും നമ്മുടെ എന്ത് പറ്റും, ആവാസ വ്യവസ്ഥ ശോഷിച്ചിട്ടുണ്ട്, വല്ലാതെ ശോഷിച്ചു. അധിനിവേശ സസ്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തുരുത്തുവൽക്കരണം കാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ റോഡുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുൽമേടുകൾ നമ്മൾ പല കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരിക്കും. ഒരു ആനയുടെ കണ്ണിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡിലൂടെ നിരനിരയായി പോകുന്ന ഈ വണ്ടികളൊന്നും ഒഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് ഭക്ഷണം തേടി പോകാനായിട്ട്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സെൽഫി എടുക്കാനായിട്ട് നമ്മുടെ കാത്തു നിൽക്കുന്നതും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. തുരുത്തുവൽക്കരണം, അങ്ങനെ ആനയുടെ പ്രധാനപ്പെട്ട ഹാബിറ്റാറ്റുകൾ വല്ലാതെ ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം തേടി പോകുമ്പോൾ അത് ഗോത്രവർഗ്ഗക്കാരോട് സംസാരിക്കുമ്പോൾ അവർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ മത്സരം എന്ന് പറയാറുണ്ട്. നമ്മളും അവരും ഭക്ഷണത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണൊരു പ്രാദേശികത. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും സൂചിപ്പിച്ചത്, നമുക്കിതിപ്പോൾ പെരിയാറിൽ അല്ലെങ്കിൽ പറമ്പിക്കുളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ കോൺഫ്ലിക്റ്റ് ഇല്ല, അല്ലെങ്കിൽ വളരെ 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 സുഖമാണ്. പിന്നെ കോൺഫ്ലിക്റ്റും ആക്സിഡൻറ്റും രണ്ടാണ്, അതുണ്ട്. നമ്മളെപ്പോഴും കാണും. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻ്റലായിട്ടൊരു ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ട് ഭയന്ന് ചെയ്യുന്നതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ തേടിപ്പിടിച്ച് വരുന്നതുമായിട്ടുള്ളൊരു ചിത്രം പലപ്പോഴും രണ്ടാമത്തെ ചിത്രമാണ് ഇതിനെല്ലാം കൊടുക്കുന്നത്. ഒരു കാട്ടാന കലി. ഇതിനൊക്കെ നമ്മുടെ എല്ലാം തന്നെ ഈ ഭാഷയ്ക്കും ഇത് പ്രശ്നമുണ്ട്. ഈ ഭാഷ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഒപ്പിച്ച് ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ എന്താണ് പറയുക, ക്രൂരനായ കടുവ കാടിറങ്ങി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭീതി, അല്ലെങ്കിൽ പടയപ്പയുടെ പരാക്രമം മാട്ടുപ്പെട്ടി നടുങ്ങി, കമ്പത്ത് കൊമ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്കും തോന്നും അയ്യോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നൊരു ഭ്രമാത്മകത ഉണ്ട്. ഇതിന് വേണ്ടി പുതിയ ഭാഷാ പ്രയോഗങ്ങൾ വരുന്നില്ല. ഇപ്പോൾ പേരിട്ട് വിളിക്കുന്നത് ഇപ്പോൾ ചക്കക്കൊമ്പൻ, അത് അറ്റ്ലീസ്റ്റ് ജെൻഡർ ന്യൂട്രലും അതുപോലെ എന്താ പറയുക ഒരു മതജാതി ചിഹ്നങ്ങളില്ലാത്ത സങ്കല്പങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ സാംസ്കാരികമായിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ആനയുടെ പ്രശ്നം രൂക്ഷമായിട്ട് വരുന്നത് നമ്മൾ കേരളത്തിൽ മുഴുവൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചില പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ വയനാട് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. നിലമ്പൂർ പ്രദേശത്ത് കുറച്ച് നമുക്ക് കാണാൻ പറ്റും. പാലക്കാട് തീർച്ചയായിട്ടും പാലക്കാട് കോൺഫ്ലിക്റ്റ് 2-3 തരത്തിലുണ്ട്. ഒന്ന് മറ്റേ റെയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. പിന്നെ അട്ടപ്പാടിയിലെ വരണ്ട പ്രദേശമാണ്, ആ ഒരു പ്രദേശമുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ കാണുന്നത് ഇപ്പോൾ കുതിരാൻ
ടണൽ വന്നപ്പോൾ ഈ ഗതാഗതം നിലച്ചു പോയത് കൊണ്ട് ഈ പഴയ റോഡ് അടച്ചു പോയത് കൊണ്ട് കുറച്ച് ആനകൾ അപ്പുറത്തേക്ക് നടന്നിട്ട് ആന വാഴാനി ഡാമുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വന്ന ഒരു കോൺഫ്ലിക്റ്റ് ഏരിയ ഉണ്ട്. മലയാറ്റൂർ, ചാലക്കുടി, അതിരപ്പള്ളി, വാഴച്ചാൽ പ്രദേശം, മലയാറ്റൂർ വരെ നിൽക്കുന്ന ആ ഒരു പ്രദേശമുണ്ട്. പിന്നീട് നമ്മൾ നേര്യമംഗലം, അടിമാലി ആ പ്രദേശത്ത് നിന്ന് മാങ്കുളത്തിൻ്റെ പ്രദേശം വഴി മൂന്നാറിലേക്ക് പോകുന്ന മൂന്നാർ, ചിന്നക്കനാൽ, മൂന്നാർ, മാട്ടുപ്പെട്ടി പ്രദേശത്തെ ആനകൾ. അപ്പോൾ ഇതിൽ പിന്നീട് വരുമ്പോൾ പെരിയാറിൻ്റെ താഴെ റാന്നി, കോന്നി ഭാഗങ്ങളിൽ ഉള്ള ചെറിയ കോൺഫ്ലിക്റ്റ് പ്രദേശങ്ങൾ, തിരുവനന്തപുരത്തെ കുളത്തുപുഴ, ഇങ്ങനെയാണ് കേരളത്തിൻ്റെ ആനകളുടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പ്രദേശം. ഇവിടെ എല്ലാം കാണുന്ന ഒരു പൊതു സ്വഭാവം എന്ന് വിളിക്കുന്നത് ഈ തുരുത്തുവൽക്കരണം വലിയൊരു ഫാക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആനകൾക്ക് നിന്ന് മേയാനുള്ള പ്രദേശങ്ങൾ കുറയുന്നു എന്നുള്ള, പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രസൻസും കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഒരു ശാസ്ത്രീയ യുക്തിയിൽ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ മൂന്നാർ പ്രദേശത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ മൺട്രോ സാഹിബ് പൂഞ്ഞാർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിച്ചാണ് ഈ ഇന്നത്തെ തേയില നിൽക്കുന്ന പ്രദേശം. ആദ്യം നട്ടു നോക്കുന്നത് സിങ്കോണയാണ്, പിന്നെ അത് വിജയിക്കുന്നില്ല. പിന്നെ നട്ടു നോക്കുന്നത് കാപ്പിയാണ്, അതും വിജയിക്കുന്നില്ല. പിന്നീടാണ് ഈ പുൽമേടുകളിലും ചോലക്കാടുകളിലും വെട്ടി തെളിച്ചിട്ടാണ് തേയില നടുന്നത്. ചൈനയിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്ന തേയിലയാണ്. ആ തേയില നട്ട സമയത്ത് ആ പുൽമേടുകളിൽ അത് ഒന്നാന്തര ആനകളുടെ ആവാസ വ്യവസ്ഥകളാണ്. ആ ആനകളുടെ ഒരു പക്ഷേ 5-ാമത്തെയോ 6-ാമത്തെയോ 7-ാമത്തെയോ അല്ലെങ്കിൽ 10-ാമത്തെ തലമുറയാണ് ഇന്ന് കാണുന്ന ആനകളും. അപ്പോൾ ആ ഗ്രാസ് ലാൻഡിൽ മേഞ്ഞ് നടന്ന ഒരു ആനകളുടെ ഇന്നത്തെ തുരുത്തുവൽക്കരണം വലുതായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ പ്രസൻസ് കൂടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇന്റർഫേസ് കൂടുന്നു. ആനകളുടെ നമ്പർ കൂടിയിട്ടില്ല. നമ്പറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് പറയാം. അതായത് ഇന്ത്യയിൽ നമ്മളിതിനെ കണക്കെടുത്താൽ 1990-കളിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് തുടങ്ങുന്നത്. ആ സമയത്ത് കണക്ക് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഒരു 15,000 ആനകൾ എന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് ഇരട്ടിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത്, ആനകളുടെ കേസിൽ നമ്മൾ കേരളത്തിലും ഒരു കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള കണക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന വലിയ ഈ സഞ്ചാരി ആയതുകൊണ്ട് ഈ കണക്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമുക്കൊരു സംസ്ഥാനം കേന്ദ്രീകരിച്ചിട്ടോ ഒരു ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ടോ ചിലപ്പോൾ ഇതിനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അകത്തൊരു ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത്, ഒരു ഘട്ടത്തിൽ ഇത് തമിഴ്നാട്, കർണാടക, കേരളം ഈ പ്രദേശങ്ങളിൽ ആന മൂവ് ചെയ്യും. അപ്പോൾ ഈ വരൾച്ച ഏത് സമയത്താണ് നമ്മൾ ഈ പോപ്പുലേഷൻ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കണക്ക്.